ഇന്ന് 2025 ഏപ്രിൽ 14 വിഷുദിനം. ഈ ദിവസം ഇന്ന് മാവൂർ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റി. ആ വാർത്ത മലബാർ മീഡിയ നിങ്ങളുമായി ഉടനെ പങ്കുവയ്ക്കുക. അതിനു മുമ്പ് 2023 സെപ്റ്റംബർ 18 ആ ദിവസങ്ങളിലേക്കാണ് മലബാർ മീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നമസ്കാരം, ഞാൻ ശൈലേഷ് അമലാപുരി. ഞാനിപ്പോൾ നിൽക്കുന്നത് മാവൂർ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന് മുമ്പിലാണ്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കച്ചവടം ചെയ്യുന്ന 15ഓളം കച്ചവടക്കാരോട് ഉടനെ ഈ കടമുറികൾ ഒഴിയണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നോട്ടീസ് വന്നിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ അധികാരത്തിൽ അല്ലെങ്കിൽ ഉടമസ്ഥതയിലുള്ള ജയന്തി ബിൽഡിംഗ് 1953 ജസ്റ്റിസ് ഗോവിന്ദ മേനോൻ ഉദ്ഘാടനം ചെയ്ത ബിൽഡിംഗ്. ഇതിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം ഈ കെട്ടിടങ്ങളുടെ എല്ലാം പരിപാലനം കൃത്യമായി നടക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഇവിടുത്തെ കടമുറികൾ അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും അത് കോർപ്പറേഷൻ വ്യക്തമായും അത് പരിപാലിക്കുന്നു. 70 വർഷം പിന്നിട്ടിട്ടും വലിയ കുഴപ്പങ്ങളില്ലാതെ ഈ ജയന്തി ബിൽഡിംഗ് ഇതുപോലെ നിൽക്കുന്നതിൻ്റെ കാരണം കൃത്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ 40-45 കൊല്ലമായി ഞാനിവിടെ ഈ ബാളയം ബസ്റ്റാൻഡിൽ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ജയന്തി ബിൽഡിങ്ങിലുള്ള എല്ലാ ഭാഗങ്ങളും വളരെ നല്ലപോലെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും കോർപ്പറേഷൻ നിർവഹിക്കുന്നുണ്ട്. ഇവിടെ മെയിൻ്റനൻസ് ഒക്കെ കറക്റ്റായി നടക്കുന്നുണ്ട്. കോർപ്പറേഷൻ്റെ ഭാഗത്തൊക്കെ നല്ല പ്രതികരണമാണ് ഇവിടെ കിട്ടുന്നത്. നല്ല മെയിൻ്റനൻസ് ബിൽഡിങ്ങിന് യാതൊരു ബിൽഡിങ്ങിന് അറ്റകുറ്റപ്പണികളൊക്കെ കോർപ്പറേഷൻ മുൻകൈയിലെടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ കോർപ്പറേഷന് നല്ല രീതിയിലാണ് ഇവിടെ കോർപ്പറേഷൻ കൈകാര്യം ചെയ്തത്. വർഷം മാത്രം പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് അനധികൃതമായ കെട്ടിടമാണ് മാവൂർ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഏതെങ്കിലും രീതിയിൽ പാർക്കിംഗ് ഇല്ലാതെ കെട്ടിടം ഉണ്ടാക്കാനൊന്നും പാടില്ല. ഞങ്ങൾ നിർദ്ദിഷ്ട പ്ലാൻ ഇവിടെയാണ് കെട്ടിട പാർക്കിംഗ് എന്ന് കാണിച്ച് സൂചിപ്പിച്ച് അവിടെയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. അത് കാണിച്ച് വെറും പേപ്പറിൽ മാത്രം കാണിച്ചാണ് കള്ളത്തരത്തിലൂടെ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് റൂമുകൾക്ക് ഇപ്പൊ നമ്പർ ഇട്ടിട്ടുള്ളത്. ഇത് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം. നമ്മളൊക്കെ ഏതെങ്കിലും റൂമുകൾ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഏതെങ്കിലും കെട്ടിടത്തിന് ഇവര് പാർക്കിംഗ് ഇല്ലാതെ അനുമതി നൽകിയിട്ടുണ്ടോ? അനുവദിച്ചു കൊടുത്ത ഇന്റർലോക്ക് ഇട്ട ഗ്രാസിംഗ് സമ്മതപത്രം നൽകിയിട്ടുള്ള ഒരു ഭൂമി അവിടെ മുൻഭാഗത്തുണ്ട്, ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്ന്. ഇവിടങ്ങളിലൊക്കെ പാർക്കിംഗ് സൗകര്യം തയ്യാറാക്കി ഇവിടെയുള്ള വ്യാപാരികളെ സംരക്ഷിക്കാൻ കഴിയും. വ്യാപാരികളെ മാന്യമായി നിലനിർത്തിക്കൊണ്ട് അവരുടെ ആ കെട്ടിടത്തെ മോഡിഫൈ ചെയ്ത് മെച്ചപ്പെട്ട രീതിയിലേക്ക് ആക്കിയെടുത്ത് അതിരമാക്കിയെടുക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഉറപ്പ് കൂട്ടാൻ ആവശ്യമായ രീതിയിലുള്ള പ്രവൃത്തി ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ കമ്പി പുറത്ത് ചാടുകയും റൂഫ് പ്ലാസ്റ്ററിംഗ് ഇളകി വീഴുകയും ചെയ്തിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെ അതേ പുനഃസ്ഥിതിയിൽ തന്നെ നിലനിർത്താൻ ഒട്ടനവധി അതിനൂതനമായ സാങ്കേതിക വിദ്യ സാധാരണക്കാരായ ജനങ്ങളുടെ പണം കൊണ്ട് നിർമ്മിച്ച ഇത്തരം കെട്ടിടങ്ങൾ പൊളിക്കാൻ എളുപ്പമാണെന്നും എന്നാൽ പണിയാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും ഓർക്കുന്നത് ഭരണകർത്താക്കൾക്ക് നല്ലതായിരിക്കും.